നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിജയുടെ നേതൃത്വത്തിൽ ടിവിക്ക് അധികാരത്തിലേറിയതിനു ശേഷം ഇപ്പോഴിതാ രൂക്ഷമായിട്ടുള്ള വിമർശനമുയരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ 2 ദിവസം മുമ്പ് കാണാതായ ഒരു 10 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സംഭവം പ്രദേശത്ത് വ്യാപകമായ സംഘർഷത്തിനും രോഷത്തിനും കാരണമായിട്ടുണ്ട്. ദാരുണമായ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് സുലൂർ മേഖലയിലെ പ്രദേശവാസികളും പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളും വൻതോതിൽ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഈ കൊലപാതകം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുതിർന്ന BJP നേതാവ് കെ അണ്ണാമലൈ സംസ്ഥാന TVK സർക്കാരിനും മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ BJP നേതാവ് അണ്ണാമലൈ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. സർക്കാർ മാറിയിട്ടും തമിഴ്നാട് സർക്കാരിൽ ഒന്നും മാറിയിട്ടില്ലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് അദ്ദേഹം ഗുരുതരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. മെയ് 21-ന് കോയമ്പത്തൂരിലെ സുലൂർ പ്രദേശത്ത് താമസിക്കുന്ന 10 വയസ്സുള്ള ഒരു പെൺകുട്ടി വീടിനടുത്ത് പുറത്ത് കളിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിയെ കാണാതായത്. വളരെ നേരം കഴിഞ്ഞിട്ടും കുട്ടി വീട്ടിൽ തിരിച്ചെത്താത്തതിനാൽ മാതാപിതാക്കളും ബന്ധുക്കളും അവളെ തിരയാൻ തുടങ്ങി. സമഗ്രമായ തെരച്ചിലിന് ശേഷവും കുട്ടിയെ കണ്ടെത്താനാകാതെ വന്നപ്പോൾ നിരാശരായ മാതാപിതാക്കൾ അതേ ദിവസം തന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കുട്ടിയെ കാണാതായതായി പരാതി നൽകി. കുട്ടിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. പരാതി രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പോലീസ് പെൺകുട്ടിക്കായി തിരച്ചിൽ ആരംഭിച്ചു. ഒടുവിൽ 2 ദിവസം കഴിഞ്ഞാണ് കണ്ണംപാളയത്തിന് സമീപം അവളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ മരണവാർത്ത പരന്നതോടെ സുലൂരിലും കോയമ്പത്തൂരിലും പൊതുജനരോഷം ആളിക്കത്തുകയാണ്. നീതി ആവശ്യപ്പെട്ട് പ്രദേശവാസികളും ഇരയുടെ കുടുംബാംഗങ്ങളും തെരുവിലിറങ്ങി. സുലൂരിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധക്കാർ റോഡുകൾ ഉപരോധിക്കുകയും ക്രമസമാധാന തകർച്ചയ്ക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ കൊലയാളികളെ എത്രയും വേഗം ശിക്ഷിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. വർദ്ധിച്ചുവരുന്ന സംഘർഷാവസ്ഥ കാരണം പ്രദേശത്ത് കൂടുതൽ പോലീസ് സേനയും വിന്യസിച്ചിട്ടുണ്ട്. പോലീസ് കുട്ടിയുടെ മൃതദേഹം കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഈ കേസിൽ വേഗത്തിൽ പ്രവർത്തിച്ച പോലീസ് 2 പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റിലായ പ്രതികൾ കാർത്തിക്, മോഹൻരാജ് എന്നിവരാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസ് സംഘം പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതി കാർത്തിക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. രക്ഷപ്പെടുന്നതിനിടെ കാർത്തിക്കിന്റെ കൈകൾക്കും കാലുകൾക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനായി പോലീസ് 2 പ്രതികളെയും ചോദ്യം ചെയ്തു വരികയാണ്. മുൻ DMK സർക്കാരിന്റെ കാലത്തെ സുരക്ഷിതമല്ലാത്ത സാഹചര്യം ഇന്നും തുടരുകയാണെന്ന് BJP നേതാവ് അണ്ണാമലൈ കുറ്റപ്പെടുത്തിയത്. TVക്ക് അധികാരത്തിൽ വന്നിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. സത്യപ്രതിജ്ഞ ചടങ്ങിൽ നടന്നതിനൊപ്പം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ശക്തവും സുതാര്യവും കൃത്യവുമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി വിജയ് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള കണ്ണംപാളയത്തെ വലിയൊരു കുളത്തിൽ നിന്നാണ് മൃതദേഹം പൊങ്ങിക്കിടക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകളെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതികളെ കണ്ടെത്താനായി കോയമ്പത്തൂർ ജില്ലാ പോലീസ് പ്രത്യേക അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. സംശയമുള്ള 2 പ്രദേശവാസികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സംഭവം വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ പലയിടത്തും റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് പെൺകുട്ടിയുടെ വീട്ടുകാരും നാട്ടുകാരും പ്രതിരോധം തീർത്തിരിക്കുന്നത്. TVK സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നടന്നിട്ടുള്ള ഈ ഒരു സംഭവമായതിനാൽ തന്നെ സർക്കാരിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്.